അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ടത് പറയാനും അത് കേട്ട് അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞവനും കേട്ടവർക്കും അള്ളാഹു തൗഫീഖാക്കി തരട്ടെ. വളരെ നീണ്ട ഒരു സമയത്തെ ഭാഷണത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല ചൂടും നല്ല ക്ഷീണവും ഒക്കെ ആണ്. കൃത്യം 9:30 മണിക്ക് ദുആ ചെയ്ത് നമ്മൾ ഈ സദസ്സ് പിരിയും. 1 മണിക്കൂർ സമയം കഷ്ടിച്ചുള്ളൂ. അല്ലാഹു നമ്മളോട് വലിയ കൃപയും വലിയ സ്നേഹവും ഉള്ളവനാണ്. അല്ലാഹുവിൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും പിൻബലത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നു വലിയ ചൂട്. ഇതിനേക്കാളും ചൂടാക്കാൻ അല്ലാഹുവിന് കഴിയും. എന്തുകൊണ്ട് ചൂടാക്കുന്നില്ല? നമ്മളോടുള്ള കൃപ കൊണ്ട്, നമ്മളോടുള്ള കാരുണ്യം. ഈ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ചൂടനുഭവിച്ചത്. നമ്മൾ ജീവിച്ചിട്ട് ഇത്രമേൽ ചൂടുള്ളൊരു ദിവസമില്ലെന്ന് നമ്മൾ പറയുമ്പോൾ, ഇത്രയും കാലം മറ്റിതര രാഷ്ട്രങ്ങളിൽ നിന്നെത്തിയ അറബി സുഹൃത്തുക്കളും ഇംഗ്ലീഷുകാരും സിഖുകാരും ഒക്കെ കേരളത്തിനെ അഭിനന്ദിച്ച് കേരള ക്ലൈമറ്റിനെ ശ്ലാഘിച്ചാണ് തിരിച്ചുപോയത്. ഇന്നും കേരളക്കരയിലെ നല്ല ക്ലൈമറ്റും നല്ല സാഹചര്യവും ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ ഇപ്പോഴും, ഇത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അല്ലാഹു നമ്മൾക്ക് ഇത്രയും കാലം ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തന്ന് നല്ല ക്ലൈമറ്റും നല്ല സാഹചര്യവും തന്നതിൽ അതൊരു സംഭവമായിരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാനാണ് ഈ ചൂട് അല്ലാഹു തന്നത്. കാരണം കണ്ണുപോയാലേ കണ്ണിന്റെ വിലയറിയുകയുള്ളൂ എന്ന് സാധാരണക്കാർ പറയാറുണ്ട്. ഒരു ഭാര്യ മരണപ്പെട്ടാലേ ഭാര്യയുടെ വിലയറിയുകയുള്ളൂ, ഉമ്മ മരണപ്പെട്ടാലേ ഉമ്മയുടെ വിലയറിയുകയുള്ളൂ എന്നതുപോലെ നമ്മൾ അനുഭവിച്ച സുഖാനുഭൂതിയുടെ വില അത് നമ്മൾക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്. എന്നാൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, അതിശക്തമായ ചൂടിൽ എക്കാലത്തും ഡബിൾ കോട്ട് ഉപയോഗിച്ച് ജീവിക്കുന്ന യമനിലെ സൻആ പോലത്തെ സ്ഥലമുണ്ട്. എക്കാലത്തും നട്ടുച്ചക്കും അവർ ഡബിൾ കോട്ടാട, 2 കോട്ടിട്ടിട്ട് മൂടി പൊതിച്ചിട്ട് അവർ നടക്കും. അവിടെ തണുപ്പ. 8 കിലോമീറ്റർ 9 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ നാട് തെരീമിലേക്ക് എത്തിയാൽ അവിടെ അതിശക്തമായ ചൂടാ. തണുപ്പിച്ച വെള്ളമല്ലാതെ ഒരാളും ആ നാട്ടിൽ കുടിക്കാറില്ല. സാധാ വെള്ളം എന്ന് പറഞ്ഞാൽ തണുപ്പിച്ച വെള്ളമാണ്. അതാണ് കൈമാറ്റം. അപ്പൊ അതിശക്തമായ ചൂടുള്ള, അതിശക്തമായ തണുപ്പുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾക്ക് അതിനെ സംബന്ധിച്ചൊക്കെ ഒരു ആലോചന ഇപ്പോഴാ വരുന്നത്. എക്കാലത്തും നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട് അനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇത് എന്തിനാണ് നമ്മൾക്ക് തന്നത്? ഒന്ന്, അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത് നമ്മൾ ഓർക്കാൻ. ഒരു ഡോസ് നമ്മൾക്ക് തന്നാലേ നമ്മൾ ഓർക്കുകയുള്ളൂ. രണ്ടാമത്തെ മറ്റൊരു കാര്യമുണ്ട്. അതേതാ? നാളെ മഹ്ശറയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് കോടാനക്കോടി കിലോമീറ്റർ അപ്പുറത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപം, അതിന്റെ ചൂട് ഏൽക്കാനും സഹിക്കാനും, പകല് കത്തിയ സൂര്യൻ അസ്തമിച്ച് അത് ഒളിഞ്ഞ് മറഞ്ഞു നിന്നപ്പോഴും അതിവിടെ ചൊരിച്ചു പോയ ചൂടിന്റെ താപം രാത്രി സഹിക്കാനും കഴിയാതെ നമ്മൾ സാഹസപ്പെടുമ്പോൾ
ഈ സൂര്യൻ കെട്ടി താങ്ങി തൂങ്ങി 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 വന്ന് തലക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഈ ചൂട് നമ്മൾക്ക് തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലനുദീഖന്നഹും, അവർക്ക് നമ്മൾ വലിയ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് അദാബുൽ അദ്നയെ നമ്മൾ അവർക്ക് രുചിപ്പിക്കും. വലിയ ശിക്ഷ, കഠിനകഠോരമായ ശിക്ഷ അവരിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് ചെറിയ ചെറിയ ഡോസുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. എന്തിന്? ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് ഉഡായിപ്പിൽ നിന്ന് മടങ്ങി നന്നാകാൻ. ഈ ചൂടിനെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഒരു ഡോസാണ്. മഹ്ശറ വൻസഭയിൽ നിന്ന് 50,000 വർഷം മഹ്ശറ വൻസഭയിൽ നിന്ന ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കേണ്ടി വന്ന് നരകത്തിലെത്തിയാൽ അവൻ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് കഴിച്ചിലായി. കാരണം സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അതിന്റെ നേരെ മുമ്പത്തത് അനുസരിച്ചാണല്ലോ സുഖം. ഒരാൾക്ക് ഓടിട്ട വീടിൽ നിന്ന് വാർപ്പിന്റെ വീടിലേക്കെത്തി, പുല്ലിട്ട വീടിൽ നിന്ന് ഓടിട്ട വീടിലേക്കെത്തിയാൽ അവന്റെ സുഖങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരെ റിട്ടേണായി ഇങ്ങോട്ട് വന്നാൽ അവൻ ഖേദങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും സുഖങ്ങളും ദുഃഖങ്ങളും ഉസ്താദുമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിസബിയാണ്, തുലനം ചെയ്ത് ചേർത്തി നോക്കിയിട്ടുള്ള ചില വിലയിരുത്തലുകളാണ്. ഈ ദുന്യാവിലെ ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള നരകത്തിലെത്തിയ മനുഷ്യൻ കഴിച്ചിലായി അൽഹംദുലില്ലാഹ് എന്ന് പറയണമെങ്കിൽ മഹ്ശറയിലെ നൃത്തത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയൊക്കെ ജ്വലിച്ചു നിന്നിട്ടും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾക്ക് ചെരുപ്പില്ലാതെ ഈ ഭൂമിയിലൂടെ നടക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഒരു ഹജ്ജ് വേളയിൽ കാസർകോട്ടുകാരനായ ഒരു ഹാജി, അയാൾ ഇരിക്കുന്നുണ്ട്. എന്തേ ആചാര്യ ഇരുന്നു? ചെരുപ്പ് പോയി. അതിലയാൾ കാലിന്റെ അടിങ്ങനെ കാണിച്ചു തന്നു. കാലിന്റെ അടിങ്ങനെ പൊള്ളിയിട്ട് അതിങ്ങനെ വ്രണമായിട്ട് ഇങ്ങനെ പൊള്ളി മൊത്തം മുറിവായിട്ട് ഇങ്ങനെ പതച്ചു നിൽക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരടി വെച്ചാൽ തീയിലേക്ക് കാല് വെച്ചതുപോലെയാണ് ആ കൊല്ലത്തെ ഹജ്ജ് വേളയിൽ ആ ഭൂമികയുള്ളത്. ഇത്രയൊക്കെ ചൂടുണ്ടായിട്ട് നമ്മൾ അത്ര ചൂടാസ്വദിച്ചോ അല്ലെങ്കിൽ അനുഭവിച്ചോ? ഇല്ല. ഇത് നമ്മൾക്ക് തരുന്ന ഒരു ഡോസ് തന്നെയാണ്. വരുന്ന വഴിയിൽ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, കുട്ടികളൊന്നും ഉണ്ടാവില്ല, ചെക്കന്മാരൊന്നും ഉണ്ടാവില്ല, മുഅ്മിനീങ്ങൾ ഉണ്ടാവുള്ളൂ. അതൊരു സംഗതിയാണ്. എല്ലാവരും ഉണ്ടാവും. ഈ ചൂട് എന്ന് പറയാ, നമ്മുടെ ജില്ലയുടെ ബഹുമാന്യനായ കലക്ടർ മദ്രസകൾക്ക് അവധി കൊടുക്കുക. വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ ആദ്യം തന്നെ ലീവാണ്. ഇനി ഈ പ്രഖ്യാപനവും അധ്യാപനവും ഒക്കെ എങ്ങോട്ടൊക്കെ കയറും എന്നറിയില്ല. ഏതായാലും നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു സംഗതി അതാണ്. ഇത് നമ്മൾക്ക് വലിയ ശിക്ഷകൾ അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ച് ചിന്തിച്ച് മടങ്ങാനുള്ള ഏറ്റവും ചെറിയ ഡോസുകൾ നമ്മൾക്ക് തരികയാണ്. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മറ്റൊരു സംഗതി.
അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? രക്ഷപ്പെടാനും കഴിച്ചിലാകാനും നോക്കലല്ലാതെ ഒരു നിർവാഹമില്ല. മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിർവാഹമില്ല. ഈ ദുന്യാവ് മൊത്തം മനുഷ്യർക്ക് വേണ്ടി പടച്ചു. സ്വർഗവും മനുഷ്യർക്ക് വേണ്ടി പടച്ചു, നരകവും മനുഷ്യർക്ക് വേണ്ടി പടച്ചു. ജിന്നുകളില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ജിന്നുകളൊക്കെ ആ വിഷയത്തിൽ നമ്മൾ വാപ്പാരോട് കല്യാണം പറഞ്ഞാൽ പേരക്കുട്ടികളെ കൈപിടിച്ച് കല്യാണത്തിന് പോകൂലേ, അത്ര ബന്ധേ ഉള്ളൂ ജിന്നുകൾക്ക് ആ വിഷയത്തിലൊക്കെ. ജിന്നുകൾ എന്തിനാ പഠിച്ചത്? ജനങ്ങൾക്ക് സേവ ചെയ്യാൻ, അവരെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. മലക്കുകളെ എന്തിനു പഠിച്ചു? ജനങ്ങൾക്ക് സേവ ചെയ്യാൻ, ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ മുത്തുനബിയിലേക്ക് വഹിയെത്തിച്ചു കൊടുക്കാൻ, റൂഹ് പിടിക്കാൻ, സൂഹെന്ന കാലത്തിൽ ഊതാൻ, നന്മയും തിന്മയും എഴുതാൻ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്ത് ചിപ്പാക്കാൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എഴുതി വെക്കാൻ, നമ്മുടെ കണ്ണ് സൂക്ഷിക്കാൻ, നമ്മുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. മലക്കുകളെ മുഴുവനും നമ്മൾക്ക് വേണ്ടി പഠിച്ചതാണ്. ഈ ഭൂമിയിലെ ആകാശത്തിലെ ഏതു വസ്തുക്കളെയും, ജീവ അജീവ വസ്തുക്കളെ ഏതിനെടുത്താലും അതും മനുഷ്യർക്ക് വേണ്ടി പഠിച്ചതാണ്. ഈ ദുന്യാവിന്റെ പ്രമേയം മനുഷ്യനാണ്. നാളെ പരലോകത്തെ പ്രമേയവും മനുഷ്യനാണ്. ബാക്കിയുള്ളതൊക്കെ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ സേഫാക്കി, സേഫ്റ്റിയാക്കി അവരുടെ വിഷയം നടത്താനുള്ളവരാണ്. അതുകൊണ്ട് മലായിക്കത്തിന് ഭയമില്ല. അവര് ലാശയാവും, അവരൊന്നുമല്ലാതെയാകും. നാൽക്കാലികൾക്ക് പ്രശ്നമില്ല, അവരൊക്കെ മണ്ണായി പോകും. അജീവ വസ്തുക്കൾക്ക് പുനർജന്മം തന്നെയില്ല, അവര് നശിക്കലോടുകൂടി നശിച്ചുപോയി. പിന്നാരാ ബാക്കി? മനുഷ്യരാകുന്ന നമ്മൾ മാത്രമാണ് ബാക്കി. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ജുമുഅക്കും നമ്മൾ കേൾക്കുന്ന സൂറത്ത് وسيجنبها الأتقى الذي يؤتي ماله يتزكى. മനുഷ്യൻ അവൻ ദുർഭാഗ്യയായി ജീവിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കാലാകാലം നരകമാണ്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ സയദ്ദക്കറു മൻ യഖ്ശാ وسيجنبها الأشقى الذي يصلى النار الكبرى. ദുഷ്ടനായ, തമ്മാടിയായ വ്യക്തി ആ സ്വർഗത്തിൽ നിന്നകത്തപ്പെടും. അവര് നരകത്തിൽ കടന്നു കരിയും. സുമ്മ ലാ യമൂതു ഫീഹാ. പിന്നീട് ആ നരകത്തിൽ അവർക്ക് മരണമില്ല. മാലിക് അലൈഹിസ്സലാമിനോട് ഒരു ചോദ്യമുണ്ട്, ഒരു റിക്വസ്റ്റ്. മാലിക്കേ, മരണമൊന്ന് പിടിച്ചോട്ടെ. ലിയഖ്ദി അലൈനാ റബ്ബുക്. നിന്റെ രക്ഷിതാവ് ഞങ്ങൾക്ക് മരണമൊന്ന് വിധിച്ചോട്ടെ. ഈ ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന നടത്തിയിട്ട് ഈ അഭ്യർത്ഥനക്ക് മറുപടി നൽകുന്നത് 500 വർഷം പിന്നെയും നരകത്തിൽ കടന്നൊരുകിയതിന് ശേഷമാണ്. കിട്ടുന്ന മറുപടിയോ ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. മിണ്ടല്ലടാ, അടങ്ങിക്കടന്നടാ, പോടാ. ഇതൊന്ന് കേൾക്കാൻ കാതോർത്ത് 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 500 കൊല്ലമാണ് ആ നരകത്തിൽ വീണ്ടും അവര് കടന്നത്. മരണത്തിന് തന്നെ മരണമണി വീഴുന്ന വല്ലാത്തൊരു ദിവസം. മരണത്തിന്റെ യാഥാർത്ഥ്യം ഒരാട്ടിൻകുട്ടിയാണ്.
ആട്ടിൻകുട്ടിയെ, മരണമാകുന്ന ആട്ടിൻകുട്ടിയെ നാളെ പരലോകത്തു കൊണ്ടുവരും. ആട്ടിൻകുട്ടിയാകുന്ന മരണത്തിന്റെ കഴുത്തിൽ കത്തിവെക്കും. സ്വർഗനിവാസികൾ ആർത്തു ചിരിക്കുമ്പോ നരകനിവാസികൾ അട്ടഹാസിച്ചു കരയും. ഇനി മരണമില്ലല്ലോ, മരണം മരിച്ചുപോയല്ലോ. ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, തെറ്റു ചെയ്തു പോയ എന്റെ ശരീരമേ, മരണപ്പെട്ടതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഈ ജീവിതകാലത്തുള്ള നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയും പ്രയാസവും തിരിച്ച് സന്തോഷവും ആഹ്ലാദവും നമ്മൾക്ക് പിന്നീട് മരണമില്ലെന്ന സംഭവമാണ്. കോടാന 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 കോടി വർഷം കഴിഞ്ഞതിന് ശേഷമെങ്ങാനും ആ ലോകമൊന്ന് അവസാനിക്കുകയാണെങ്കിൽ, അത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കാമല്ലോ. അത് ചിന്തിക്കാൻ പറ്റില്ലെന്നതാണ് ഏറ്റവും വലിയ വിഷയം. അനുഭവിക്കുന്ന ശിക്ഷ എത്രയും കാലവും അനുഭവിക്കാമായിരുന്നു. ഇത്ര കാലം എന്ന് പറഞ്ഞാൽ അത്രയും കാലം കഴിഞ്ഞാൽ അത് അവസാനിക്കുമായിരുന്നു, അത് എത്ര കാലമായിരുന്നാലും. പക്ഷേ കാലാകാലം അവസാനിക്കാത്ത കാലം ഒരു മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എത്ര വലിയ ഭീകരതയാണത്. നരകം കൂട്ടിപ്പറഞ്ഞ ഖാലിദം ഫീഹാ, സ്വർഗം കൂട്ടിപ്പറഞ്ഞ ഖാലിദീന ഫീഹാ. കാലാകാലം മാറ്റമില്ലാത്ത കാലം, മരിക്കാത്ത കാലം. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, യുവാക്കളെ, മുഅ്മിനീങ്ങളെ, എന്റെ സ്വന്തം ശരീരമേ, എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം? സന്തോഷമെങ്കിൽ ആഹ്ലാദത്തിന്റെ തിരുമൂർത്തിയിലെത്തിയ സന്തോഷം. മരിച്ചതിനു ശേഷം പിന്നീട് മറ്റൊരു മരണമില്ലെന്നതാണ്. ലാ യമൂതൂന ഫീഹാ ലാ യമൂതൂന ഇല്ലൽ മൗത്തൽ ഊലാ. ഒറ്റ മരണമല്ലാതെ, ആദ്യത്തെ മരണമല്ലാതെ മരണമില്ല. ഇപ്പൊ നമ്മൾക്ക് ചൂടുണ്ട്. എന്താ സമാധാനം? മഴ പെയ്താൽ ചൂട് പോകും. ഈ ചൂട് കണ്ടിന്യൂ ആണ്. 6 മാസം ഈ ചൂടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ പേടിച്ചിട്ട് മരിക്കും. നമ്മുടെ കേരളല്ലേ, മഴ പെയ്യും. മഴ പെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മഞ്ഞ ജാഗ്രതകളൊക്കെ നീങ്ങും എന്ന് നമ്മളെടുത്തൊരെന്തും സംഭവം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ 6 മാസം എന്നത് കാലാകാലം ഈ ചൂടായിരിക്കും. നിങ്ങളേറ്റ മരിക്കൂല. ഈ ചൂട് പിന്നെ അധികരിച്ച് വരും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വലിയ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ചെറിയ ശിക്ഷകൾ ഡോസ് തന്ന് നിങ്ങളൊന്ന് മടങ്ങോ, നിങ്ങളൊന്ന് ശരിയാവോ എന്ന് നോക്കിയിട്ട് പടച്ചവൻ നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കണം. നല്ല ഈമാനുള്ള മനുഷ്യർ ഈ ചൂടിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. എനിക്കൊരു ഡോസ് കിട്ടിയല്ലോ, എനിക്ക് മഹ്ശറയിലെ സൂര്യന്റെ താപം, ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തകിട്, ഈ അടിഭാഗവും മുകൾ ഭാഗവും കത്തി നിൽക്കുന്ന ഈ രംഗം, അതിന്റെ കോടാന കോടി അംശത്തിലെ ഒരു അംശം എനിക്കൊന്ന് കിട്ടിയല്ലോ. ഇത് ചിന്തിക്കാനാണ് ഈ സമയം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ സമയം കളയേണ്ടത്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾക്ക് ചില ബോധോദയങ്ങൾ വരും, ചില തിരിച്ചുവരവുകൾ വരും. മരണപ്പെട്ടതിന് ശേഷവും മരണത്തിന്റെ സമയത്തും മനുഷ്യര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരല്പസമയം
റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഒരല്പസമയം ഒന്ന് പിന്തിച്ചു തരുമോ? ഇത് ഓതേണ്ട സൂറത്തുകളൊക്കെ ഒരാഴ്ചയിൽ നമ്മുടെ ഇടയിലൂടെ വരുന്നുണ്ട്. ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് വെള്ളിയാഴ്ച സുബഹിക്ക് സുന്നത്തുള്ള സൂറത്താണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മുഴുവൻ ആളുകളും മരണത്തിന്റെ അവസരത്തിൽ ഒന്ന് പറയും, ഒരല്പസമയം ഒന്ന് പിന്തിച്ചിട്ടാൽ ഞാൻ വിശ്വസിച്ചോളാം, ഞാൻ നല്ലവനായിക്കോളാം. വഅകും മിനസ് സ്വാലിഹീൻ. അസ്സദഖ എന്നുള്ളതിന് ചിലവര് സദക്ക ചെയ്തോളാന്ന് അർത്ഥം വെക്കലുണ്ട്. തെറ്റാ. അസ്സദഖ എന്നാൽ ഞാൻ ദൃഢമായി വിശ്വസിച്ചോളാം. കാഫിറാണ് പറയുന്നത്. വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറയുന്നത് ഫാസിക്കാണ്. അല്ലെങ്കിൽ രണ്ടും കാഫിർ പറയും. വഅകും മിനസ് സ്വാലിഹീൻ നന്നായിക്കോളാം. ഇദാ ജാഅ അജലുഹും, അവരുടെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീടൊരു പണത്തൂക്കം പിമ്പിലേക്കില്ല. ഡേറ്റിനേക്കാൾ ഒരു പണത്തൂക്കം മുമ്പിലേക്കുമില്ല. ഖാല അവലം നുഅമ്മിറുക്കും മാ യതദക്കറു മൻ തദക്കർ. ആലോചിച്ച് ചിന്തിച്ച് പണിയെടുത്തവര് കാലഘട്ടം നിനക്കും നമ്മൾ തന്നല്ലോ ആയുസ്. വല്ലാത്തൊരു വർത്താനാണത്. ഇങ്ങനെയൊക്കെ ഒരു ചൂട് വന്നപ്പോ, ഇങ്ങനെയൊക്കെ ഒരു പ്രളയം വന്നപ്പോ ആലോചിച്ച് നോക്കിങ്ങളെ. ദുബായിൽ വെള്ളം വേണ്ട, പ്രളയം കൊണ്ട് ICFന്റെ പ്രവർത്തകര് വെള്ളം കോരുകയാണ്. ഉറ്റിയ വെള്ളം മുഴുവനും ഭൂമിയിൽ തളം കെട്ടി നിൽക്കുക. വെള്ളം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യയിൽ നല്ല മഴ കിട്ടി, കനത്ത മഴ കിട്ടി. ദുബായിൽ ഈ വർഷം കനത്ത മഴ കിട്ടിയെന്ന് മാത്രമല്ല, അത് പ്രളയമായി, അതൊരു വലിയ മുസീബത്തായി അവർക്ക് വന്നു. നമ്മുടെ ICFന്റെ പ്രവർത്തകർ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയാണ്. കേരളത്തിൽ പ്രളയം ബാധിച്ചപ്പോൾ എന്താണ് വെള്ളക്കെട്ടുണ്ടായാൽ ചെയ്യേണ്ടത് എന്ന് പ്രാക്ടിക്കലായി പഠിച്ച SYSന്റെ മുസ്ലിം ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ ദുബായിയുടെ ടൗണിൽ മുണ്ട് മാറ്റി ഇറങ്ങിയപ്പോൾ ICFന്റെ മുസ്ലിം ജമാഅത്തിന്റെ ഗൾഫ് ഘടകമായ ICFന്റെ RSCയുടെ പ്രവർത്തകർ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ഇങ്ങനെ ഒരു മനുഷ്യനും പുറത്തിറങ്ങാൻ മടിച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന, അറച്ചു നിൽക്കുന്ന സമയത്ത് ആരാണ് ഈ ധീരർ? അത് ശൈഖ് അബൂബക്കറിന്റെ മക്കളാ, അത് ശൈഖ് അബൂബക്കറിന്റെ കുട്ടികളാ. ഉത്തരം റെഡി. ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു കാര്യം, ഗൾഫ് നാടുകളിൽ വെള്ളം കൊണ്ട് പൊറുതിമുട്ടുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ വെള്ളത്തിനു വേണ്ടി കേഴുന്നു. ഭൂഗർഭത്തിൽ സൂക്ഷിച്ച കുഴൽക്കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളം പോലും വറ്റുന്ന സൂചനകളും വറ്റിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നസ്ബഹ മാഉക്കും ഔഗൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ വെള്ളം ഭൂമിയിലേക്ക് പടച്ചവൻ അങ്ങോട്ട് അഴുത്തിക്കൊണ്ടുപോയാൽ, ഈ വെള്ളം ഭൂമിയിലേക്ക് കണ്ടുപോയാൽ ആരാണ് നിങ്ങൾക്ക് കുടിക്കാനുള്ള നെൽത്തണ്ണീര് തരുക? ആരാണ് നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം തരുക? ആരാണ് നിങ്ങൾക്ക് ശൗച്യം ചെയ്യാനുള്ള വെള്ളം തരിക? ആരാണ് നിങ്ങളെ നാൽക്കാലികൾക്ക് കുടിപ്പിക്കാനുള്ള വെള്ളം തരിക? ആരാണ് നിങ്ങൾക്കുള്ള കൃഷിക്കുള്ള വെള്ളം തരിക? അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ ഞങ്ങളെ പോറ്റുന്ന യഥോചിതം ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നുകൊണ്ടിരിക്കുന്ന യജമാനനായ നീയല്ലാതെ ആരാ? തബാറക സൂറത്തിന്റെ ലാസ്റ്റ് വരുന്ന ആയത്തിൽ നമ്മൾ കൊടുക്കേണ്ട മറുപടിയാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ.
ഈ ദുന്യാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം അള്ളാഹു നൽകിയിരുന്നെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ചവർക്ക് ഒരക്ക് വെള്ളവും കൊടുക്കുകയില്ലെന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദുന്യാവ് എല്ലാവർക്കും ജീവിക്കാനുള്ള നാടാണ്, മണ്ണാണ്, പരലോകമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് എന്തു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏത് കാലക്കെടുതികളും ഏത് കാല മുസീബത്തുകളും, അത് പ്രളയമാകാം, സുനാമിയാകാം, കോവിഡാകാം, ചൂടാകാം, ഏതു തരത്തിലുള്ള സംഗതികൾ നമ്മളിലേക്ക് വന്നാലും അത് മുഴുവനും, ഏതു രീതിയിലുള്ള സംഗതികൾ നമ്മളിലേക്ക് വന്നാലും അതിൽ നിന്ന് മുഴുവനും നമ്മൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. കോവിഡിനെ പറ്റി ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? കോവിഡ് എന്ന് പറഞ്ഞത് പടച്ചവൻ ലോകം ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയതാ. കോവിഡിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടോ നമ്മൾ? കോവിഡിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടോ? മുൾമുനയിൽ ഇങ്ങനെ നിർത്തി, മുണ്ടണില്ല, പറയണില്ല, പുറത്തേക്ക് ഇറങ്ങണില്ല. ഞാൻ ഈ കോവിഡിന്റെ ഒരു ഘട്ടത്തിൽ ശുഹദാക്കൾ അവിടുത്തെ സിയാറത്തിന് പോയി. ശുഹദാക്കൾ അവിടെ ഇങ്ങനെ നിന്നിട്ട്, മൽപ്പം ശുഹദാക്കൾ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോ ഒരീച്ചനെ പോലും കാണാനില്ല, ഒരു മനുഷ്യനെ പുറത്ത് കാണാനില്ല. നോക്കുന്ന കണ്ണെത്തുന്ന സ്ഥലത്തൊരു മനുഷ്യനെയും കാണാത്ത ഒരൽപ്പം പരിഭ്രമിച്ചു പോയ രംഗമായിരുന്നു. എന്തുണ്ടായി? ആർക്കെന്തു ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പഞ്ചപുച്ഛമടക്കി നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ വരും. അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകും. ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടതന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പരിഹാരം എന്തുണ്ടായി? ഒന്നും ഉണ്ടായി. എന്തൊക്കെ വിഷയങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴും ഇതെനിക്ക് വലിയ ശിക്ഷ ഞാൻ അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു തിരിച്ചുപോക്കിന്, ഒരു പുനർവായനക്ക്, ഒരു പുനർചിന്തക്ക് എനിക്ക് അവസരം തരുന്ന സംഗതികളാണിത്. 2 കൊല്ലം മുമ്പ് പ്രളയം തീർത്ത ദുരിതത്തിൽ വീട് കെട്ടിക്കൊടുത്തവരുടെ കടബാധ്യത സംഘടന തീർത്തിട്ടില്ല. അപ്പോഴാണ് ഈ വർഷം വെള്ളം, ഭൂഗർഭജലം പോലും ഊറ്റിയിട്ടും നിലച്ചു പോകുന്ന ഒരു രംഗത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിചിത്രമായ സംഭവത്തെ വെള്ളം കൊണ്ട് കുഴങ്ങി, വെള്ളമില്ലാതെ കുഴങ്ങി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു വൻശക്തിയുണ്ടെന്നും ഈ വൻശക്തി പറഞ്ഞ നരകവും സ്വർഗവും മഹ്ശറയും മിസാബും മീസാനും സിറാത്തുമൊക്കെ ഇപ്പറഞ്ഞ പടച്ചവന് നടത്താൻ യാതൊരു പ്രയാസവുമില്ല. ഇതൊക്കെ പടച്ചവന് നടത്താമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പടച്ചവന് നടത്തൽ പ്രയാസകരമല്ല, ശ്രമകരമല്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ട. ഇതിൽ മഹ്ശറ ബോധ്യപ്പെടേണ്ട, ഇതിൽ നരകം ബോധ്യപ്പെടേണ്ട. ഇതിൽ ഓ മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾക്കൊന്നും നന്നാകണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്കൊരു മുക്തി വേണ്ടേ? ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹഫയിലെ കിതാബുൽ ജനായിസിൽ പറയുന്നുണ്ട്, വൽയസ്തഇദ്ദ വയസ്തഇദ്ദ വയസ്തഇദ്ദ ലിൽമൗതി ബിത്തൗബതി വഗദ്ദിൽ മളാലിമി. ഓരോ മനുഷ്യനും തൗബ ചെയ്തുകൊണ്ട് കടപ്പാടുകളെ പൊരുത്തപ്പെടിച്ചും കൊടുത്തും തീർത്തുകൊണ്ടും ഏതു സമയത്തിനും മരണത്തിനൊരുങ്ങി നിൽക്കണം. വലിൽ മരീദി ആഖദു, ഇത് രോഗിക്ക് മിടുമിടുക്കായ സുന്നത്താണ്. കാരണം അവൻ മരണത്തോട് കാലമെടുത്തവനല്ലേ, മരണത്തവൻ ഉറപ്പിച്ചവനല്ലേ. അതുകൊണ്ട് ഏത് സമയത്തും മനുഷ്യൻ മരണത്തിന് വേണ്ടി ഒരുങ്ങണം തൗബ കൊണ്ട്. എന്താണ് തൗബ? തൗബ എന്ന് പറഞ്ഞാൽ ഒരു നെടുവീർപ്പാണ്. പഠിച്ചോനെ പറ്റിപ്പോയല്ലോ,
ഇനി ഞാനില്ല. ഇതിന്റെ പേരാണ് തൗബ. തൗബക്കൊരു പ്രത്യേക ലഫ്ളൊന്നുമില്ല. ഇന്ന ലഫ്ള് പറഞ്ഞെങ്കിലേ തൗബയാവുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട മൻമൾ ഉസ്താദ് പറഞ്ഞൊരു കഥയുണ്ട്. അവര് ദർസ് നടത്തിയിരുന്ന സ്ഥലത്തിലുള്ള ഒരാള്, അദ്ദേഹം വളരെ താന്തോന്നിയായൊക്കെ ഒരു കാലത്ത് ജീവിച്ചവരാണ്. പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ്. അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഞാൻ സ്ഥലം പറഞ്ഞിട്ടില്ല, ആളെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഉസ്താദിനോട് എല്ലാം പറഞ്ഞു. രോഗശയ്യയിൽ കിടക്കാണ്. കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഞാൻ അയാൾ വിളിക്കൊണ്ട് പോണോ? അത് ചോദിക്കാൻ മാത്രം ഗൗരവമുള്ള കേസാണ് ആ പോക്ക്. ഉസ്താദ് പോയി. കമ്മിറ്റിക്കാര് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി. ഉസ്താദ് പോയപ്പോ ഇങ്ങനെ അയാൾ കിടക്കാണ്, എണീക്കാൻ വയ്യ. അപ്പൊ ഉസ്താദ് അയാളെ മറ്റക്ക് ഇങ്ങനെ കുമ്പിട്ട് നിന്നു. അപ്പൊ അയാള് കയ്യും പോലൊന്നിങ്ങനെ തോളിലൂടെ ഇട്ടിട്ട്, ഉസ്താദേ പടച്ചോൻ എനിക്ക് പൊക്കൂലേ. അതിന്റെ പേര് തൗബ എന്നാണ്. അത് മതി. അത്രേ അല്ല നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതിനാവോ ഞമ്മക്ക്? അതിന് പറ്റോ ഞമ്മക്ക്? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളൊക്കെ പടച്ചോനെ പറ്റിപ്പോയതാണ് എന്നൊന്ന് പടച്ചോനോട് പറഞ്ഞ് ഇനി ഞാൻ നന്നായി ജീവിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്ത് ആ വാക്കിനെ സാർത്ഥകമായി നടപ്പിലാക്കി അതിനിടക്ക് മരണം സംഭവിച്ചാൽ നമ്മൾക്ക് അർശന്റെ നിഴലുണ്ട്, നമ്മൾക്ക് സ്വർഗമുണ്ട്, നമുക്ക് മിന്നറിയും പ്രകാശത്തിൽ സിറാത്ത് പാലമുണ്ട്, നമ്മൾക്ക് മീസാനിൽ നന്മക്ക് ഭാരമുണ്ട്, ഹൗദുൽ കൗസറുണ്ട്, മുത്തുനബിന്റെ തിർക്കല്യാണമുണ്ട്. എല്ലാം വിരിച്ചു നിൽക്കുകയാണ്. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ഇദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ അസിബ്തഹും, അവരെ നീ വിചാരിക്കും ആ മക്കളെങ്ങനെ നിന്നിലേക്ക് പാനീയം കൊണ്ടെത്തരുന്ന, നിന്നിലേക്ക് ജ്യൂസ് കൊണ്ടെത്തരുന്ന, നിന്നിലേക്ക് മറ്റു പാനീയങ്ങൾ കൊണ്ടെത്തരുന്ന ആ ചെറിയ മക്കളെ നിങ്ങളിങ്ങനെ കണ്ടാൽ മുത്തുകൾ വെതറിക്കിടക്കുകയാണോ, വെതറപ്പെട്ട മുത്തുകളാണോ എന്ന് വിചാരിച്ചു പോകും. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഇനി ഒന്നൊന്നായിട്ട് പറയണ്ട. ആ ലോകം നീ ഇങ്ങോട്ട് കണ്ടാൽ അവിടെ വമ്പിച്ച സുഖം നിനക്ക് കാണാൻ പറ്റും, വമ്പിച്ച രാജധികാരത്തെയും നിനക്ക് കാണാൻ പറ്റും. അവിടെ നരകം, ഇവിടെ സ്വർഗം, അവിടെ സിറാത്ത് പാലം, ഇവിടെ മീസാൻ, അവിടെ തിർക്കല്യാണം, അപ്പുറത്ത് ഹൗദുൽ കൗസർ, ഇവിടെ കോടാനക്കോടി ജനങ്ങൾ, മറ്റോടത്ത് കോടാനക്കോടി പിന്നെ നാൽക്കാലികൾ, മൃഗങ്ങൾ. അല്ലാ അല്ലാ, എന്തൊരു സംഭവം! മാലിക് യൗമിദ്ദീൻ എന്ന് ഖുർആൻ ഓതുമ്പോ, ഫാത്തിഹ ഓതുമ്പോ കരുതേണ്ട സംഗതി അതൊക്കെ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. മാലിക് യൗമിദ്ദീൻ ലിമനിൽ മുൽകുൽ യൗം. ആർക്കടാ ഇന്നത്തെ രാജാധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഒരു മനുഷ്യനും ഉണ്ടാതിരിക്കുമ്പോ അല്ലാഹു തആല തന്നെ പറയും, ഏകാധിപതിയായ വീറ്റോ പവറുള്ള അല്ലാഹുവിനിക്കാണടാ ഇന്നത്തെ അധികാരം. സുഖമെങ്കിൽ നല്ല സുഖം. 50,000 വർഷത്തെ വിചാരണ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? മുഅ്മിനീങ്ങളെ വിചാരണ എത്ര അറിയോ? രക്ഷപ്പെട്ടോലെ വിചാരണ എത്രയെന്നറിയോ? മാ ബൈന സ്വലാത്തൈൻ. ഒരു ളുഹറിന്റെ അസറിന്റെ ഇടയിലുള്ള സമയമാകുമ്പോഴത്തേന് തീരും, സുഖത്ത് പോകും. അല്ലാഹു നമ്മളെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളേതോ അത് ഓരോരുത്തരും ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് മുക്തമാകുമെന്നും ഞാൻ ഇനി അത് ചെയ്യില്ലെന്നും മനസ്സിൽ കരുതണം. ആ കരുതിയ കരുത്ത് നടപ്പിലാക്കാൻ 100% ശ്രമിക്കണം. എന്നല്ലാതെ ഇത്രയും കാലം തെറ്റു ചെയ്യാതെ ജീവിച്ചെങ്കിലേ നിനക്ക് രക്ഷപ്പെടാനാകൂ എന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല, മുത്തുനബി ഏൽപ്പിച്ചിട്ടില്ല, ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ബലാ മൻ കസബ സയ്യിഅത്തൻ, ഒരു തെറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു,
തെറ്റിന്റെ അഡിക്റ്റായി അവൻ ജീവിച്ചു. ഒരു തവണ പോലും പടച്ചോനെ പറ്റിപ്പോയല്ലോ എന്നൊരു നെടുവീർപ്പവനിൽ നിന്നുണ്ടായില്ല. ഒരു തൗബ ഉണ്ടായില്ല. നന്മകളുടെ വഴിക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്, സോഷ്യൽ വെൽഫെയർ ഉണ്ട്, സാംസ്കാരിക മുന്നേറ്റങ്ങളുണ്ട്. നാട്ടിലെ വലിയ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. കുടുംബത്തിൽ വലിയ കാര്യമാണ്. മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അവന്റെ രഹസ്യ ജീവിതം വീക്കാണ്. അവര് ശ്രദ്ധിക്കണം. ഈ നന്മയുടെ ഉപാസകരായി ജീവിക്കുന്നതോടൊപ്പം തിന്മകളെ നമ്മൾ ഒഴിക്കാതെ ജീവിച്ചാൽ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം തിന്മകളെ ഒഴിച്ച ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലില്ലാതെ പോയാൽ, നമ്മൾ മദ്യപിക്കുന്നതിനിടക്ക് നമ്മുടെ മരണം സംഭവിച്ചു. അല്ലാഹു കാക്കട്ടെ. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് ചാറ്റിങ് നടത്തി വന്ന ഒരു സുഹൃത്ത് തന്റെ വ്യഭിചരിക്കപ്പെടുന്ന പെണ്ണിന്റെ നെഞ്ഞത്ത് കടന്നു മരിച്ചത് നമ്മുടെ ജില്ലയിലാണെന്ന് നിങ്ങൾ ഓർക്കണേ. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു പോയാൽ അങ്ങനെയും വേണ്ട. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിനുള്ളിൽ മരണം സംഭവിച്ചു പോയാൽ അവൻ മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് വലിയ പാപ്പാന്റെ റൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ നമ്മൾ കരുതേണ്ട ഒരൊറ്റ കരുത്ത്, അവരൊക്കെ ഏതായാലും വിജയിച്ചു പോയി. അവരവരുടെ ഖബറിന്റെ കത്തളത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഈ നാട്ടിലെ വ്യക്തി ആ ഖുർആൻ പാരായണം കേൾക്കുന്നു. ഇന്നും ഖബറിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഖുർആനിനോട് അവർക്കുള്ള ഏറ്റവും വലിയ ഒരു ശക്തിയും പ്രേമവുമായിരുന്നല്ലോ അത്. അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഇനി നമ്മൾ ഈ അവസാന കാലഘട്ടത്തിലുള്ള ചണ്ടികൾ, ചവറുകൾ നമ്മൾക്കൊന്ന് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് ഇത്രയും കാലം തെറ്റു ചെയ്യാതെ ജീവിച്ചെങ്കിലേ നിങ്ങൾ കഴിച്ചിലാകുള്ളൂ എന്ന് പറയാൻ എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതേസമയം ഒരു സമയം ഒന്ന് നെടുവീർപ്പിട്ട് ഒന്ന് പടച്ചവന്റെ മുമ്പിൽ ഖേദിച്ച് പേടിച്ച് മടങ്ങി ഇനിയുള്ള കാലം ഒന്ന് പട്ടായി ജീവിക്കണം, ഒന്ന് മനസ്സ് തണുത്ത് ജീവിക്കണം. തെറ്റില്ലാതെ ദോഷമുക്തമായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. ഓ മുഅ്മിനീങ്ങളെ, ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ അയിപ്പുണ്ട്. അതൊക്കെ നന്മയും തിന്മയും നോക്കുമ്പോ തിന്മ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നൊന്നും ചിന്തിച്ച് ആശ്വാസപ്പെടണ്ട. അതൊക്കെ ഈ ടേമിന്റെ മുമ്പ്, മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരവസ്ഥയിൽ തൗബ ചെയ്യുകയും ചെയ്ത തൗബ സാർത്ഥകമാകണം. എങ്ങനെ മനസ്സിലാക്കുക? പിന്നെ തെറ്റു ചെയ്യാതെ ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ തൗബ ചെയ്തതിന് ശേഷം പിന്നീട് തെറ്റു ചെയ്യാത്ത ഒരു ജീവിത നിലവാരം, ഒരു കാലയളവ് അവന്റെ ജീവിതത്തിലുള്ള ആ ടൈമിൽ മരണം സംഭവിക്കുന്നവരാണ് ഈമാൻ കിട്ടി മരിക്കുക. തെറ്റു ചെയ്താൽ ഈമാൻ ഊരിപ്പോകുമെന്ന ഖവാരിജിന്റെ വാദമല്ല ഇത്. തെറ്റ് ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്തുപോയി കുഫ്രിയത്തിക്ക് എത്തിയിട്ടില്ല, എടീ കുടുങ്ങി എന്ന മുഅ്തസിലത്തിന്റെ വാദമല്ല ഇത്. പരിശുദ്ധ ഖുർആനിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യൂസുഫ് വലിയ പാപ്പ നമ്മളെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഈ വാഴ് കേട്ട് യൂസുഫ് വലിയ പാപ്പ സന്തോഷിക്കുന്നുണ്ട്. അല്ലാഹുവേ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അബ്ദുൽ ഖാദിർ ഫദ്ഫരി അടക്കം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഉസ്താദ് അടക്കം എന്റെ ഷെയ്ഖാണ്. എന്റെ ഉസ്താദ് കോയാമുട്ടി ഉസ്താദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ് ബാപ്പുട്ടി ഉസ്താദാണ്.
ആ ബാപ്പുട്ടി ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട മറ്റു മഹാരഥന്മാരായ പണ്ഡിത ശിരോമണികളടക്കം ഈ പെരുമ്പലത്തിനെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രഫുല്ലമായ ഒരു നാടാക്കി മാറ്റാൻ ആ പണ്ഡിത ശിരോമണികളുടെ തേരോട്ട കാലഘട്ടം എത്ര സന്തോഷകരമായിരുന്നു. അൽഹംദുലില്ലാ, അതിന്റെ ചുവട് പിടിച്ച് അവര് നമ്മളിലേക്ക് തന്ന ഈ ആദർശത്തെ, ഈ ദീനിനെ പൊടിപുരളാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപിച്ച മർക്കസ്, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ജീവിതം, നമ്മുടെ ഓട്ടം ഈ യൂസുഫുൽ പൊതുപരി പാപ്പയുടെ ഈ സടക്കം അല്ലാഹുവേ നീ ഞങ്ങൾ കബൂലാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തുകയാണ്. എൻ്റെ ജീവിതത്തിന് ഞാൻ മാറ്റം വരുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് ഞാൻ പരിപൂർണമായും മാറി നിൽക്കുകയാണ്. പെരുമ്പലത്ത് അതിന് വന്നപ്പോൾ, ഇവിടത്തെ പല വീടുകളിലും എത്തിയപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ വിഷയം തന്നെയാണിത്. ഒരു സദസ്സ് മാത്രം കിട്ടുന്ന സദസ്സിൽ ഇതല്ലാതെ എന്തു പറയാനാ? ഇതല്ലേ പറയേണ്ടത്? ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ്ട. ഇത്രയൊക്കെ ഗൗരവാണെന്ന് നമ്മൾക്ക് പുറത്തല്ലേനു എന്ന് പറയണ്ട. ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരു മൂല്യരെ കൊടുന്നീനു. അയാൾ വഴുതു പറഞ്ഞപ്പോഴും ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കൊയങ്ങണ്ട. അവലം നുഅമ്മിർക്കും ആയത്തദക്കറും അന്തദക്കർ. ആലോചിച്ച് പണിയെടുത്തോലൊക്കെ ആലോചിച്ച് പണിയെടുത്തപ്പ ജൗടേനു ഓലപ്പോലെ അൽക്കുന്ന നീലടാ ഐസ് എന്നല്ലാഹു ചോദിക്കുന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കാനുള്ള ഡോസുകൾ ഇടക്കിടക്ക് തന്നുകൊണ്ടിരിക്കുന്നു. മരണങ്ങൾ ഇടക്കിടക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സൂര്യാഘാതമേറ്റു പോലും മരണം സംഭവിച്ചതിന്റെ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ നിവർത്തി വച്ചിരിക്കുന്നു. നമ്മളെക്കാളും ചൂട് പാലക്കാട് ജില്ല, അതിനേക്കാളും ചൂട് അതിന്റെ പുറത്ത് തമിഴ്നാട്ടിലെ. എല്ലാം ഡോസുകളാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരോടും ഞങ്ങൾ പറയട്ടെ, മരിക്കുന്നത് വരെ നമ്മൾ ഈക്വലാണ്. മരിക്കുന്നത് വരെ ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ഈ ലോകത്ത് ജീവിക്കും. ഇന്ത്യയിൽ ജീവിക്കും, കേരളത്തിൽ ജീവിക്കും, മലപ്പുറം ജില്ലയിൽ ജീവിക്കും. എന്നാൽ നിങ്ങളും മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ലെങ്കിൽ നീതി പുലരില്ല. ഒരാളെ കൊന്നവനും രണ്ടാളെ കൊന്നവനും ഒരേ ശിക്ഷ കൊടുക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് നീതി പുലരുക? ഒരാളെ കൊന്നവനും 1,00,000 ആളുകളെ കൊല്ലാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഈ യുദ്ധത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ലക്ഷങ്ങളെ കൂട്ടക്കരുതി വരുത്തിയ ഫലസ്തീനികളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നവർക്ക് എവിടെ നിന്നാണ് ഈ ദുനിയാവിൽ നിന്ന് നീതി കൊടുക്കുക? അതുകൊണ്ട് നീതിയുടെ ഒരു ലോകമില്ലെങ്കിൽ എന്താണ് ഇതിനർത്ഥം? അർത്ഥശൂന്യമായ ഒരു ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് അർത്ഥമില്ലാത്തൊരു അർത്ഥമുള്ള ലോകത്തേക്ക് നമ്മൾ നീങ്ങണ്ടേ? അവിടെ വെച്ച് നമ്മൾക്ക് നീതി കിട്ടണ്ടേ? ഇത് മാത്രം ചിന്തിച്ചാൽ പോരെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ചവൻ പടച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ചപ്പോ നമ്മുടെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടപ്പോൾ അവിടെ ആസ്വാദനത്തിന്റെ കൂടെ അല്ലാഹു തആല നമ്മൾക്ക് ജന്മം നൽകി. അതൊക്കെ ഒരു കളിയല്ലേ? യഥാർത്ഥത്തിൽ ശൂന്യതയിൽ നിന്നല്ലേ അല്ലാഹു തആല നമ്മളെ പടച്ചത്? ഈ നുത്ഫത്തിന്റെ ബീജാണുവിനെ എവിടെന്നാ പടച്ചത്? അതല്ലയാണ് പടച്ചത്. ആ പടച്ച അല്ലാഹുവിന്റെ ബീജാണുവിൽ നിന്ന്, അണ്ടാണുവിൽ നിന്ന് നമ്മളെ പടച്ചവനിക്കുണ്ടോ? നമ്മൾ മരിച്ചു പോയിട്ട് നമ്മളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസം. അതല്ലേ പ്രയാസം? തുടങ്ങാനല്ലേ പ്രയാസം? തുടങ്ങിയത് പിന്നെ തട്ടിക്കൂട്ടാൻ എന്താ പ്രയാസം? അതുകൊണ്ട് എല്ലാവരോടുമുള്ള ആദരവ് നിലനിർത്തി, എല്ലാവരോടുള്ള മതത്തോടുള്ള ആദരവ് നിലനിർത്തി പറയുന്നു, സത്യം ഇസ്ലാമാണ്. ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ, അത് മാത്രമേ ബുദ്ധിപരമുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ചാൽ മരണത്തിന്റെ ശേഷവും രക്ഷപ്പെടാം. എല്ലാവർക്കും ഈ വാതായനങ്ങൾ മലക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈമാൻ കിട്ടിയ നമ്മൾക്ക് ഈമാനോടെ തിരിച്ചു പോകാൻ സാധിക്കണം.
അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം വേണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി വരുന്ന തെറ്റെന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റെന്താണ്? കൂടുതൽ തവണകൾ ചെയ്യുന്ന തെറ്റെന്താണ്? ചെയ്യുന്നവരും കാണുന്നവരും തെറ്റാണെന്ന് പരിഗണിക്കാത്ത തെറ്റെന്താണ്? അന്യ സ്ത്രീകളെ നോക്കുക, അന്യ പുരുഷന്മാരെ നോക്കുക, അന്യ പുരുഷന്മാർക്ക് നോക്കാൻ പാകത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. ഇതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. തെറ്റാണെന്ന് ഗണിക്കാതെ പോയ തെറ്റ്, അവഗണിച്ചു തള്ളിയ തെറ്റ്. ഇതാണ് ഇന്ന് കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റ്. ഞാനിങ്ങനെ ഇന്ന് ആലോചിച്ചു പോയൊരു സംഗതിയാണ്. മൊത്തം ഒരു മനുഷ്യൻ നന്നാകാൻ, ഒരു മനുഷ്യൻ ഈമാനുള്ള ഒരു മനുഷ്യൻ നന്നാകാൻ നോക്കാൻ പറ്റാത്ത കേന്ദ്രങ്ങളിലേക്ക് നോട്ടം നിർത്തിയാൽ മതി. എന്ന ഒരു മനുഷ്യൻ സമ്പന്നായി, അകത്തളത്തിലെ മൂത്തച്ചിയും ഇളച്ചിയും ഭാര്യന്റെ ജ്യേഷ്ഠത്തിയും അഞ്ചത്തിയും, അങ്ങനെ കുടുംബത്തിലെ എളാപ്പാന്റെ മക്കള്, മൂത്താപ്പാന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, അമ്മോന്റെ മക്കള്, അമ്മോന്റെ ഭാര്യ അടക്കമുള്ള, അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം. അതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റാത്തതാണ്. അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം. പുറത്തിറങ്ങിയാലും അകത്തും കണ്ണു സൂക്ഷിക്കണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കണ്ണ് സൂക്ഷിച്ച് ജീവിക്കാൻ നിങ്ങൾ ഒരുക്കമെങ്കിൽ മരണം ഈമാനോട് കൂടെയാണ്. എന്തേ കാര്യം? വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയും നബിയെ കണ്ണ് ചിമ്പാൻ. ഓല് ചിമ്പു. എന്താ അതിന്റെ അർത്ഥം? നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നോട്ടത്തിന് തൊട്ട് കണ്ണ് ചിമ്പുന്നത് ഈമാനുള്ളവർക്ക് പറ്റുന്ന പണിയാണ്. ഇപ്പണി ചെയ്യാൻ കഴിയുന്നവർ സ്വന്തത്തിൽ സമാധാനിക്കാം, എനിക്ക് ഈമാനുണ്ട്. ഉൾനാട്യത്തിന്റെ ഭാഗമല്ല, അഹങ്കാരത്തിന്റെ ഭാഗമല്ല, ആത്മസായുജ്യത്തിന്റെ ഭാഗമായി. ഈ കാലത്ത് പറഞ്ഞാൽ നടക്കുമോ? അതൊന്നും എനിക്കറിയില്ല. ഈ കാലത്ത് പറഞ്ഞാൽ അതിനൊക്കെ വില ഉണ്ടാവോ? അതൊക്കെ കേൾക്കാൻ ആളുണ്ടാവോ? അതൊന്നും എനിക്കറിയില്ല. SSF ഒരു പ്രോഗ്രാമിൽ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് ഞാനിത് പറഞ്ഞു പ്രവർത്തകരോട്, ഡിവിഷനിലെ പ്രവർത്തകരോട്. 2 വർഷം കഴിഞ്ഞ് വീണ്ടും അവരെന്നെ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാനൊന്ന് മടി കാണിക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോ അവർ ഉസ്താദെ 2 വർഷം മുമ്പ് ഉസ്താദ് ഇവിടെ വന്നപ്പോൾ വഅദ് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളെ കാണുന്നതിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഒരു പെണ്ണിനെയും കാണാത്ത ഒരു യുവാവുണ്ട്, ഒരു നാടനായ ഒരു യുവാവുണ്ട് ഈ നാട്ടിലെ. ഉസ്താദ് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പോയ പ്രോഗ്രാം പോണ്ടേ? അതിന് വളക്കുള്ള മണ്ണല്ലേ അത്? നടക്കോന്ന് ചോദിച്ചാൽ 45 ലക്ഷം 50 ലക്ഷം അരക്കോടി ജനങ്ങൾ ഒരു മത്താഫിൽ, ഒരു മസ്അയിൽ, ഒരു ജമഅത്തിൽ, ഒരു അറഫയിൽ, ഒരു മിനയിൽ, ഒരു മുസ്ദലിഫയിൽ, ഒരു യാത്രയിൽ ഇവിടില്ല. രണ്ട് കഴബല്ല, ഒറ്റ കഴബ. 55% 60% പെണ്ണുങ്ങള്. മെഹറമില്ലാതെ പോണോൽക്ക് മാത്രം വിമാനം, പുതിയ പുതിയ സംവിധാനങ്ങൾ. എന്തായി? ഒരാള് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു 45 ലക്ഷം പേരാണ് അക്കൊല്ലത്തെ ഹജ്ജിന് പങ്കെടുത്തത്. 45 ലക്ഷം ആളുകൾ പങ്കെടുത്ത ആണും പെണ്ണും, റഷ്യക്കാരി, ഇന്തോനേഷ്യക്കാരി, മലേഷ്യക്കാരി, തുനീഷ്യക്കാരി, യൂസുഫ് നബിന്റെ നാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളടക്കം എല്ലാവരും ഒരുമിച്ച് കൂടി ആ വൻസഭയിൽ വന്ന് പോയി. ഹജ്ജ് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പെണ്ണിനെയും കണ്ടില്ല. അങ്ങനെയാവാം. എന്തേ കാര്യം? ദൃഷ്ടിയിൽ നമ്മളറിയാതെ അനിയന്ത്രിതമായി കണ്ടുപോകുന്നത് ഇതിൽ നിന്ന് ഒഴിവാണ്. അത് അല്ലാഹു തആല അക്കൗണ്ടിലേക്ക് കയറ്റൂല. നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതിന് ശേഷമുള്ളത് മാത്രമേ കയറ്റുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു തെറ്റാണ്, ഗൗരവമുള്ള തെറ്റാണ്, കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. 2 ആൾ അങ്ങാടിയിൽ സംസാരിക്കുക. അപ്പൊ ഒരാൾ ആരാത്? അത് ഓന്റെ അയലോകത്താ തള്ളേന്. അത് ശരി.
അല്ലേ? ഇത്രയും സിമ്പിളാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ പറയാം, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആശയുണ്ടോ, പൂതിയുണ്ടോ, ഗണ്ണനും മണ്ണനൊന്നും പറയണ്ട. അല്ലാഹു തആലാന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ ശറഅാണ് ഈ പറയുന്നത്. ഇവിടെ ഗണ്ണനല്ല മണ്ണനല്ല. അതൊക്കെ കാലത്ത് നടക്കോ? അതൊക്കെ പ്രാചീന കാലത്ത്. ഇയാളൊന്നും ഇപ്പൊ കൊണ്ടിട്ട ആളല്ല. പറയണ്ടോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. വാഴ് പറഞ്ഞ മൂല്യന്മാരെ അതിങ്ങനെ പറഞ്ഞപ്പോ കളിയാക്കി ജഹന്നമാവൽക്ക്. അതൊക്കെ നടക്കോ മൂല്യർ? ആ വാഴൊന്നും ഇവിടെ പറയേണ്ടതല്ലേനു. ഈ കാലത്ത്, ഈ സമ്മിശ്ര ജീവിത കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ വിശേഷിച്ചും പെരുമ്പലത്ത് വിശേഷിച്ചും നടക്കും. അത് ഞാൻ ചെറിയ പ്രായത്തിൽ അതിനവസരത്തില് എനിക്ക് ശൗച്യം ചെയ്തെന്ന മുത്തച്ഛിയ അതിനപ്പ കാണണ്ടായിരുന്നാല് മൂപ്പർക്ക് പോകാ. ഇങ്ങനെ ആരെങ്കിലും പുച്ഛിച്ചു തള്ളിയാൽ ആ പുച്ഛിച്ചു തള്ളിയതാണ് അവർക്ക് ജഹന്നമെന്ന നരകം കിട്ടാനുള്ള കാരണമെന്ന് ഓരോ ആഴ്ചയിലും നമ്മൾ ഓതുന്ന അൽ കഹ്ഫിലുണ്ട്. അതുകൊണ്ട് ആരും കളിയാക്കണ്ട, ആരും കണ്ണിക്കണ്ട, ആരും നിരൂപിക്കണ്ട. സത്യം സത്യമായി പച്ചക്ക് മലയാളത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നന്നാകാൻ തീരുമാനിക്കുക, നന്നാകുക. കണ്ണ് സൂക്ഷിക്കുക, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക, നാക്ക് സൂക്ഷിക്കുക, മൂക്ക് സൂക്ഷിക്കുക, ചെവിട് സൂക്ഷിക്കുക, കയ്യ് സൂക്ഷിക്കുക, കാല് സൂക്ഷിക്കുക, വ്യവഹാരം സൂക്ഷിക്കുക, വ്യവസായം സൂക്ഷിക്കുക, കച്ചവടം സൂക്ഷിക്കുക, ഉമ്മാനെ സൂക്ഷിക്കുക, വാപ്പാനെ സൂക്ഷിക്കുക, ഭാര്യനെ നല്ല മട്ടത്തിൽ പോറ്റുക. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എവിടെയൊക്കെ സൂക്ഷിക്കണോ, എവിടെയൊക്കെ ഇടപെടണോ, എവിടെയൊക്കെ നമ്മൾ സേഫ് ആകണോ, എവിടെയൊക്കെ സേഫ്റ്റി ആകണോ, അതൊക്കെ സൂക്ഷിച്ച് മട്ടത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തആല നമ്മൾക്ക് തൗഫീഖാക്കി തരട്ടെ. ആമീൻ. അവരുടെ ഒരു മരണസമയത്ത് അവരുടെ കാവൽ, അവരുടെ ഹാജറാവണേ. ഉസ്താദ് അവറുകൾ അന്ന് നമ്മുടെ സിയാറത്തിനന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, നിങ്ങൾ ഈ സിയാറത്തിനൊക്കെ പോകുമ്പം അവിടെ എത്തുമ്പം അവരോട് അവസാനമായി പറയേണ്ടത് മരണാസന്ന സമയത്ത് അവരുടെ ഹുദൂരിയത്ത് ചോദിക്കണമെന്നാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ നേതാവിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ആത്മീയ നേതാവായ യൂസുഫുൽ ഫദ്ഫരി ഖദ്ദസല്ലാഹു സിർറഹു അവരുടെ ആണ്ടിൻ്റെ ദിവസത്തിൽ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹു ഉസ്താദ് അവറുകൾക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ അവരുടെ ആ മരണാസന്ന സമയത്ത് അവരുടെ കാവലും തുണയും നൽകി അള്ളാഹു ഇബ്ലീസുൽ ലഈനിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ട് മുത്തഖീങ്ങളായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه وأتباعه وأزواجه وأهل بيت سيدنا مولانا محمد الملك الغفار يا راج سيدا يا الله. ഞങ്ങളുടെ ഈ നൃത്തം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂസുഫുൽ ഫദ്ഫരി പാപ്പയുടെ, സുഫലിർ പാപ്പയുടെ ആണ്ടുമായി ഹോസുമായി ബന്ധപ്പെട്ട് ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരെയും അനുസ്മരിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾക്ക് നീ സ്വീകരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് അവിടുത്തെ ഹോസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖാക്കണേ അല്ലാഹ്. പോയകാല ജീവിതത്തിൽ പറ്റിപ്പോയ ദോഷങ്ങൾ മാപ്പ് നൽകി വരുംകാല ജീവിതം ദോഷമുക്തമായി ജീവിക്കാനുള്ള ഖൗഫും ഖശിയത്തും ഹൈബത്തും നീ തന്നെ ഓഷാരമായി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ ആധിക്യം കാരണം ഞങ്ങൾ ഈമാനെ തടഞ്ഞു വെക്കരുതേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ടവരാരെങ്കിലും ഞങ്ങളെ കൊണ്ട് വേദനിച്ചു പോയെങ്കിൽ അതിന്റെ പേരിലും നീ ഞങ്ങളെ ഈമാനെ തടഞ്ഞു വെക്കരുതേ അല്ലാഹ്. ഞങ്ങൾ ഭക്ഷിച്ചതിലോ ഞങ്ങൾ ഭക്ഷിപ്പിച്ചതിലോ നീ പൊരുത്തപ്പെടാത്ത വല്ലതും കടന്നുകൂടിയതിന്റെ പേരിലും ഹിദായത്തൂരി കടഞ്ഞ് ഞങ്ങളെയും അവരെയും നീ നരകത്തിലേക്ക് വിടരുതേ അല്ലാഹ്.
സദുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ സകലമാന തെറ്റുകളും യജമാനനായ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തരണേ അല്ലാഹ്. നീ ഏത് തരത്തിലുള്ള അദാബുകൾ ഞങ്ങളിലേക്ക് ഇറക്കിയാലും അത് നിന്റെ അദാബാണെന്നും തെറ്റിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള സൂചനയും പ്രഖ്യാപനവും ആണെന്ന് മനസ്സിലാക്കി നന്നാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖാക്കണേ അല്ലാഹ്. സദുക്കളായി ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കൾ പരമ്പര, ശിഷ്യ പരമ്പര, കുടുംബ പരമ്പര, ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, വെള്ളം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ എല്ലാവരെയും അല്ലാഹുവേ നിന്റെ അഹ്ബാബിങ്ങളിലേക്കും നിന്റെ സ്വാലിഹീങ്ങളിലേക്കും ചേർത്തു തരണേ അല്ലാഹ്. ഇവിടെയും ഞങ്ങളാരെയും ഭയക്കരുതേ പഠിച്ചോനെ. ഞങ്ങളെ മക്കളെ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ഖുർവത്ത് അയ്യുനാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നീ ഖൗഫ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും നിന്നിലുള്ള ഖൗഫ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ അല്ലാഹുവേ നിന്നിലുള്ള ഖൗഫ് നൽകണേ അല്ലാഹ്. ഖശിയത്ത് നൽകണേ അല്ലാഹ്. ഒരു തെറ്റിന്റെ മുമ്പിൽ നിന്നെ പേടിച്ച് ഭയന്ന് അതിൽ നിന്ന് മുക്തമായി നിൽക്കാനുള്ള പേടിയും ബേജാറും നീ തന്നനുഗ്രഹിക്കണേ അല്ലാഹ്. ഹലാലായ ലക്ഷ്യങ്ങൾ പൂവണിക്കണേ അല്ലാഹ്. കടങ്ങളും ബാധ്യതകളും വീട്ടിത്തരണേ അല്ലാഹ്. കടങ്ങളും ബാധ്യതകളും വീട്ടിത്തരണേ അല്ലാഹ്. കടങ്ങൾ ഞങ്ങൾക്ക് ടെൻഷനാക്കരുതേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്ത് കട്ടിലിന്റെ ചാരത്ത് വെച്ച് കടം മറ്റൊരാൾ ഏറ്റെടുക്കേണ്ട ദുരവസ്ഥയില്ലാതെ മുഴുവൻ ഹുഖൂഖിൽ നിന്നും മുക്തമായി ഇനി മരണത്തിന്റെ അവസരത്തിൽ ബാധ്യതയൊന്നും ആരും ഏറ്റെടുക്കണ്ട എന്ന് സധീരം പറയാനുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ പാകപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഇണകളെയും തുണകളെയും നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഴ ഇനി ബന്ധിക്കരുതേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യൊരു നല്ല ക്ലൈമറ്റ്, കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന ആ നല്ല 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 പേരുള്ള ക്ലൈമറ്റിലേക്ക് തന്നെ ഞങ്ങളെ നാടിനെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ സകലരെയും നിന്റെ അഹ്ബാബിങ്ങളിലേക്ക് സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തി തരണേ അല്ലാഹ്. സ്വർഗം മോശാരമായി തരണേ അല്ലാഹ്. കത്തിയാളുന്ന നരകം കാക്കണേ അല്ലാഹ്. അർശിന്റെ നീ അലു തരണേ അല്ലാഹ്. അർശിന്റെ നീ അലു തരണേ അല്ലാഹ്. അർശിന്റെ നീ അലു നൽകപ്പെടുന്ന 7 കൂട്ടത്തിൽ 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുത്തി തരണേ അല്ലാഹ്. സ്വർഗം മോശാരമായി തരണേ അല്ലാഹ്. കത്തിയാളുന്ന നരകം കാക്കണേ അല്ലാഹ്. മീസാനിൽ നന്മ ഭാരമാക്കണേ അല്ലാഹ്. മീസാനിൽ നന്മ ഭാരമാക്കണേ അല്ലാഹ്. സിറാത്തിലൂടെ പ്രകാശവേഗതയിൽ കടത്തി വിടണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ യാചന സ്വീകരിക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും ഉദ്ദേശിച്ചവർക്കൊക്കെ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലായ രീതിയിൽ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല മരണം തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂസുഫ് അലി പാപ്പ, അബ്ദുൽ ഖാദിർ ഫദ്ഫലി പാപ്പ, ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയിൽ, പിന്നെ അവിടെ കിടക്കുന്ന മറ്റു ആലിമീങ്ങൾ എല്ലാവർക്കും പഠിച്ചോനെ നീ വലിയ സന്തോഷം അവരുടെ ബർസഖിയായ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവര് ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ മരണസമയത്ത് എവിടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മരണം സമ്പന്നമാക്കി ഇബ്ലീസിനെ കെട്ടി ഓടിച്ച് ഈമാൻ രക്ഷപ്പെട്ട് പുഞ്ചിരിച്ച് മരിക്കാൻ തൗഫീഖാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും ദ്വാരക്കും. അല്ലാഹു ഈ ബന്ധം സുഖം വരുത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.